ഞാൻ മേരി മെറ്റിൽഡ. സ്റ്റേ ഇൻസ്പയർഡ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ മൈൻഡ് സെറ്റ്സിനുള്ള പ്രാധാന്യം വളരെ വലുതാണ്. 2 തരം മൈൻഡ് സെറ്റ്സിനെ കുറിച്ച് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഗ്രോത്ത് മൈൻഡ് സെറ്റ്, നമ്മുടെ ഇമ്പ്രൂവ്മെൻറ്റിനും വളർച്ചയ്ക്കും ഒക്കെ സഹായിക്കുന്ന ഒരു മനോഭാവം, മനസ്ഥിതിയാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ്. ഫിക്സ്ഡ് മൈൻഡ് സെറ്റുള്ളവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ മാറാനേ തയ്യാറല്ല. അവർ പണ്ടേ ശീലിച്ചു പോകുന്ന ചില കാര്യങ്ങളുണ്ടാകും, അതിൽ നിന്നൊക്കെ കടുകിട വ്യത്യാസം വരുത്താൻ അവർ തയ്യാറല്ല. അപ്പം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോണത് വേറെ 2 മൈൻഡ് സെറ്റ്സിനെ കുറിച്ചാണ്. ഒന്ന് എബണ്ടൻസ് മൈൻഡ് സെറ്റ്, 2 സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റ്. ഈ 2 മൈൻഡ് സെറ്റിനെ കുറിച്ച് ഇവിടെ പറയാനുള്ള കാരണം എന്താണെന്നോ, പണവുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോണത്. പണം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒന്നാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 70,000 കൊല്ലങ്ങൾക്ക് മുമ്പേ ആരാലും ഗവനിക്കപ്പെടാതെ ഈ ലോകത്തിൻ്റെ ഏതോ കോണിൽ ജീവിച്ചിരുന്ന മനുഷ്യൻ ഇത്രയും പവർഫുൾ ആകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് പണമാണ്. സേവനങ്ങളും ഉൽപ്പന്നങ്ങളും കൈമാറ്റം ചെയ്യാൻ വേണ്ടി മനുഷ്യൻ കണ്ടുപിടിച്ച ഒരു മാധ്യമമാണ് പണം. ഇത് കണ്ടുപിടിച്ചതോടുകൂടി നമ്മുടെ ജീവിതത്തിൽ വന്ന വളർച്ച അപാരമാണ്. കറൻസി നോട്ടിൽ നിന്ന് ഡിജിറ്റൽ ട്രാൻസാക്ഷനിലേക്ക് വന്നപ്പോൾ കാര്യങ്ങൾക്ക് ഒന്നുകൂടി സ്പീഡായല്ലേ. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പലരുടെയും വലിയ പ്രശ്നമാണ് പണം. പണം പല രീതിയിൽ നമ്മളെ സഹായിക്കുന്നുണ്ട്, അത് ശരിയാണ്. പക്ഷേ ഇത് പലരുടെയും പ്രശ്നമായി മാറുന്നുമുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന്, പണത്തെക്കുറിച്ച് വളരെ ബേസിക്കായിട്ട് അറിയേണ്ട ചില കാര്യങ്ങളെങ്കിലും നമ്മൾ അറിഞ്ഞിട്ടില്ല. 3 വാക്കുകൾ ഈ സന്ദർഭത്തിൽ പരിചയപ്പെടണം കേട്ടോ. ഒന്ന് എബണ്ടൻസ്. എബണ്ടൻസ് എന്ന് പറഞ്ഞാൽ സമൃദ്ധി. നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ എല്ലാം ആവശ്യത്തിനുണ്ട്, നമുക്കൊന്നിനും കുറവില്ല. നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്തു എന്ന് വിചാരിച്ച് നമുക്ക് ആശങ്കപ്പെടാനില്ല. കാരണം ആവശ്യത്തിനുള്ള കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട്, അതെല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. ഇങ്ങനെയുള്ള ചിന്തകളെയാണ് എബണ്ടൻസ് എന്ന് പറയുന്നത്. സമൃദ്ധി എന്നാണ് അതിൻ്റെ മലയാള വാക്ക്. സ്കേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നോ, ഒന്നും ആവശ്യത്തിനില്ല, നമുക്കെപ്പോഴും ആശങ്കയാണ്. നമുക്കിപ്പോൾ ഉണ്ടെങ്കിൽ പോലും അത് നഷ്ടപ്പെട്ടേക്കുമോ, ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ നമുക്കുള്ളത് കുറഞ്ഞു പോകില്ലേ. ഇങ്ങനെയുള്ള ചിന്താഗതികളുമായിട്ട് ബന്ധപ്പെട്ട ഒരു അവസ്ഥയാണ് സ്കേഴ്സിറ്റി. പണമുള്ളവർ വളരെ പവർഫുള്ളാണ്, അവരാഗ്രഹിക്കുന്നതെല്ലാം അവർക്ക് നടത്തിയെടുക്കാൻ പറ്റും. പണം നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടണമെങ്കിൽ നമുക്ക് ഉണ്ടാകേണ്ട ഒരു മൈൻഡ് സെറ്റാണ് എബണ്ടൻസ് മൈൻഡ് സെറ്റ്. സത്യം പറഞ്ഞാൽ നമ്മൾ ചെറുപ്പത്തിലെ മനസ്സിലാക്കിയിട്ടുള്ളത് എന്താണ്, പണം ഉണ്ടാകണമെങ്കിൽ നമ്മളെല്ലാം സൂക്ഷിച്ചു വെക്കണം, പണം വെറുതെ പാഴാക്കി കളയരുത്, എല്ലാം കൂട്ടി വെക്കണം, മറ്റുള്ളവർക്ക് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പണം ഇല്ലാതായി പോകും. ഒരുപക്ഷെ അങ്ങനെയൊക്കെ ആയിരിക്കാം നമ്മളെ ചെറുപ്പത്തിൽ വളർത്തിയിട്ടുണ്ടാവുക. അതിൻ്റെ ഫലമായിട്ട് കുറേ അധികം പേർക്ക് ഉണ്ടാകാനിടയുള്ളൊരു മൈൻഡ് സെറ്റാണ് സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റ്. പണം ആവശ്യത്തിനില്ല, അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചും കണ്ടുമൊക്കെ പെരുമാറണം, മറ്റുള്ളവർക്ക് ഇങ്ങനെ എടുത്തു കൊടുക്കാനുള്ളതല്ല പണം. ആ ചിന്തകളെല്ലാം ഈ സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റിൻ്റെ ഭാഗമാണ്. ഒരു എബണ്ടൻസ് മൈൻഡ് സെറ്റ് പണം നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ വളരെ സഹായിക്കുന്ന ഒരു മനോഭാവമാണ്. നമ്മളിവിടെ ചെയ്യാൻ പോണത് എന്താണെന്നോ, സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റിനെ പറ്റിയാണ് ചർച്ച ചെയ്യാൻ പോണത്. നമ്മൾ ചുറ്റുപാടും നോക്കിക്കഴിഞ്ഞാൽ ഈ പണമുള്ള ചിലർ ഈ മൈൻഡ് സെറ്റിൽ ജീവിച്ച് കഷ്ടപ്പെടുന്നതായിട്ട് കാണാറുണ്ട്. അവരുടെ കയ്യിൽ പണമുണ്ട്, പക്ഷെ പണം കൊണ്ട് നമുക്ക് ലഭിക്കേണ്ട പ്രയോജനങ്ങളില്ലേ. നമുക്ക് സന്തോഷം ഉണ്ടാകണം, സുരക്ഷിതത്വം ഫീൽ ചെയ്യണം, മറ്റുള്ളവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാൻ സാധിക്കണം. പണം കൊണ്ട് ഇതെല്ലാം നമുക്ക് സാധിക്കും. പക്ഷേ പണം കയ്യിൽ വെച്ചുകൊണ്ട് സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റ്, ഒരു ദാരിദ്ര്യ മനോഭാവത്തിലും മനസ്ഥിതിയിലും ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതിൻ്റേതായിട്ടുള്ള നഷ്ടം അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. അത് തിരിച്ചറിഞ്ഞ് ആ മനോഭാവം മാറ്റി പണത്തിൻ്റെ ആ ഒരു പോസിറ്റീവ് സൈഡില്ലേ, അത് അനുഭവിച്ച് ജീവിക്കാൻ നമുക്കാകണം. അപ്പം ഞാനിത് ചർച്ച ചെയ്യാൻ പോണത് ഈ സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റ് ഉള്ളവരെ കുറിച്ചാണ്. ഈ സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചാണ്. ഇതിങ്ങനെ ഞാൻ അത്രയും ശക്തമായിട്ട് ചർച്ച ചെയ്യാനുള്ള കാരണം, ഇതിങ്ങനെ മനസ്സിൽ കടന്നുകൂടി വളരെ കഷ്ടതകൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് ഒരു കാരണവുമില്ലാതെ. അപ്പം നമുക്കിന്ന് സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യാം കേട്ടോ. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നോ, ഈ സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റിനെ ദാരിദ്ര്യ മനോഭാവം എന്നാണ് പറയാറ്. പക്ഷേ ഇത് ദാരിദ്ര്യമല്ല കേട്ടോ, ദാരിദ്ര്യ മനോഭാവമാണ്. ഇവരുടെ ചിന്ത എന്താണെന്നോ, എല്ലാ സാധനങ്ങളും ത്തിനും ദൗർലഭ്യമുണ്ട്, എല്ലാം കുറേ അധികമൊന്നും ഈ ഭൂമിയിലില്ല, എല്ലാത്തിനും പരിമിതികളുണ്ട്, കണ്ടമാനം പണമൊന്നും നമ്മുടെ അടുത്തില്ല, നമ്മുടെ അടുത്തുള്ള പണം സൂക്ഷിച്ചില്ലെങ്കിൽ പ്രശ്നമാകും. അതിനെക്കുറിച്ച് ആലോചിച്ച് അവർക്ക് ഉത്കണ്ഠയാണ്.
നഷ്ടപ്പെട്ടാലോ എന്നുള്ളൊരു ആദിയാണ്. അപ്പോൾ പണത്തെ ചുറ്റിപ്പറ്റി ഒരു അരക്ഷിതാവസ്ഥ എപ്പോഴും അവർക്കുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ നമുക്ക് സുരക്ഷിതത്വം നൽകേണ്ട ഒന്നാണ് പണം. അതിന് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയും. അതുപോലെ ഒരുപാട് സ്വാതന്ത്ര്യം നൽകേണ്ട ഒന്നാണ് പണം. പക്ഷേ ഈ ഒരു മനോഭാവം ഉള്ളവർക്ക് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അവരുടെ മനസ്സിൽ പേടിയും വ്യാധിയും ആദ്യമൊക്കെ ആയിരിക്കും. സമ്പത്ത് നിലനിർത്താനും വർദ്ധിപ്പിക്കാനോ ഉള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം നഷ്ടപ്പെട്ടാലോ എന്നുള്ളൊരു ചിന്തയായിരിക്കും അവർക്ക് കൂടുതൽ. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്നോ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഉത്കണ്ഠ കാരണം പണം നഷ്ടപ്പെട്ടാലോ, ഉള്ളതെടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇനി ഇല്ലാതെ വന്നാലോ, ഇങ്ങനെയുള്ള ചിന്തകൾ കൊണ്ട് അവരാവശ്യത്തിന് പോലും പണം ചെലവാക്കില്ല. അതിനെയാണ് നമ്മൾ പറയാറുള്ളതല്ലേ പിശുക്കെന്ന് പറയും. പണ്ട് സ്കൂളിൽ ഇങ്ങനെ ഇൻസ്പെക്ടർ വരും. ഈ ഇൻസ്പെക്ടർ വരുമ്പോൾ ടീച്ചർമാർ എന്ത് ചെയ്യുമെന്നാ, അന്ന് പഠിപ്പിക്കാൻ പോണ പാഠമൊക്കെ നമുക്ക് നേരത്തെ പറഞ്ഞു തരും. അപ്പം ഞാൻ കുറച്ചൊക്കെ പഠിക്കുന്ന കുട്ടിയായതുകൊണ്ട് എന്നോടൊക്കെ സ്പെഷ്യലായിട്ട് പറഞ്ഞു, ഈ പാഠമൊക്കെ ഒന്ന് വായിച്ചു വരണം, ഇൻസ്പെക്ടർ പറയണതിനൊക്കെ ഉത്തരം പറഞ്ഞോളണം. അപ്പോൾ അതൊരു പിശുക്കനെ പറ്റിയുള്ളൊരു കഥയായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അതിൽ മൈസർ എന്നുള്ളൊരു വാക്കുണ്ട്. മൈസർ എന്ന് പറഞ്ഞാൽ പിശുക്കൻ. അപ്പോൾ ഇൻസ്പെക്ടർ ക്ലാസ്സിൽ വന്നിട്ട് ചോദിച്ചു, ഇപ്പം ഏത് പാഠമാണ് എടുക്കുന്നത്? അപ്പോൾ എല്ലാവരും പാഠത്തിൻ്റെ പേര് പറഞ്ഞു. ഇൻസ്പെക്ടർ ആ പാഠം വായിച്ചിട്ട് മൈസർ എന്നുള്ളൊരു വാക്ക് എടുത്തിട്ട് അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ എന്ന് ചോദിച്ചു. ഞാനാണെങ്കിൽ തലേദിവസം ഡിക്ഷണറിയിലൊക്കെ നോക്കി അർത്ഥമൊക്കെ നോക്കിക്കൊണ്ടാണ് ക്ലാസ്സിൽ പോയിരിക്കണത്. ഇംഗ്ലീഷിൽ തന്നെ ഉത്തരം പറയണം. ത്രിഫ്റ്റി പേഴ്സൺ എന്നോ മറ്റോണ് ഞാനെന്ന് പറഞ്ഞത്. അതായത് മൈസർ എന്നുള്ള വാക്കിനേക്കാളും കഠിനമായിട്ടുള്ളൊരു വാക്കാണ് ഞാൻ പ്രയോഗിച്ചത്. അപ്പോൾ ഇൻസ്പെക്ടർ പറഞ്ഞത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. മൈസർ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് അറിയാമോ? ഹു ഡസ് നോട്ട് സ്പെൻഡ് മണി ഈവൺ ഫോർ ഹിസ് നീഡ്സ്. അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക്, ആവശ്യമുള്ള കാര്യങ്ങൾക്ക് പണം ചെലവാക്കാൻ മടിയുള്ള ആളെയാണ് പിശുക്കൻ എന്ന് പറയുന്നത്. സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റിൻ്റെ ഒരു പ്രശ്നം ഇതാണ്, നല്ല പിശുക്കായിരിക്കും. ആവശ്യമുള്ള കാര്യങ്ങൾക്ക് കൂടി അവർ പണം ചെലവാക്കില്ല. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്നോ, ചിലപ്പോൾ ഇവർ നല്ല സാധനങ്ങളൊക്കെ വാങ്ങും. വില കൂടിയ ഡ്രസ്സ് വാങ്ങും, വീട്ടിലേക്ക് നല്ല പാത്രങ്ങൾ വാങ്ങും, സോഫയിലിടാനുള്ള നല്ല വിരിയെല്ലാം വാങ്ങും. പക്ഷേ ഇത് ഉപയോഗിക്കില്ല. കാരണം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് മോശമായിട്ട് ഇനി വീണ്ടും വാങ്ങേണ്ടി വന്നാലോ, ഇങ്ങനെയുള്ള ചിന്തകളായിരിക്കും അവരുടെ മനസ്സിൽ. എന്നിട്ട് ഇത് അവരുടെ ജീവിതകാലത്തെ ഉപയോഗിക്കില്ല. മറ്റുള്ളവർക്ക് ഉപയോഗിക്കണമെന്നുണ്ടാവുക, അതിനവർ സമ്മതിക്കുകയില്ല. അലമാരിയിലൊക്കെ നല്ല പാത്രങ്ങളുണ്ടെങ്കിൽ നമ്മളത് എടുക്കില്ല. നമ്മളത്ര ഭംഗിയൊന്നും ഇല്ലാത്ത, വൃത്തിയൊന്നും ഇല്ലാത്ത പാത്രത്തിൽ ചിലപ്പോൾ ഭക്ഷണം കഴിക്കും. അതുപോലെ തന്നെ നല്ല ഡ്രസ്സ് ചിലരങ്ങനെ വെച്ച് വെച്ച് വർഷത്തിൽ ഒരിക്കൽ പോലും എടുക്കില്ല. നമ്മളൊരു സാധനം വാങ്ങി അത് ഉപയോഗിക്കുമ്പോഴുള്ള സന്തോഷമില്ലേ, ആ സന്തോഷം അനുഭവിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താ കാര്യമല്ലേ. എല്ലാം ഇങ്ങനെ സൂക്ഷിച്ച് വെച്ച് ചിലപ്പോൾ എടുത്തു നോക്കുമ്പോഴായിരിക്കും അത് പിന്നെ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലായിട്ടുണ്ടാവും. ഇരുന്നിരുന്നിരുന്ന് പഴക്കം കൊണ്ട് നിറം മങ്ങുക, കീറിപ്പോവുക, ഇതൊക്കെ സംഭവിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കൊക്കെ പാത്രമൊക്കെ എടുത്ത് നമുക്ക് ഭക്ഷണം കഴിക്കാമല്ലോ, നല്ല ഡ്രസ്സൊക്കെ എടുത്ത് ഇടയ്ക്ക് ഇടാമല്ലോ. പക്ഷെ ഇടൂല. ഈ മനോഭാവമുള്ളവർക്ക് അത് സാധിക്കില്ല. അതാണ് സത്യം. പണ്ട് ഒരു മഹാപിശുക്കൻ്റെ അടുത്ത് ഒരാൾ പിശുക്ക് പിടിക്കാൻ പോയി. അപ്പോൾ രാത്രിയാണ് ചെന്നത്. അപ്പോൾ ഒരു മെഴുതിരി കത്തിച്ച് വെച്ചിട്ട് പിശുക്ക് പിടിക്കാൻ തുടങ്ങി. അതിനിടയിൽ മഹാപിശുക്കൻ പറഞ്ഞു, സത്യം പറഞ്ഞാൽ ഈ പിശുക്ക് പിടിക്കാനായിട്ട് മെഴുതിരിയുടെ ആവശ്യമില്ലല്ലോ, വെറുതെ അത് കത്തിച്ച് കളയണ്ടല്ലോ എന്നും പറഞ്ഞ് അത് കെടുത്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ മഹാപിശുക്കൻ്റെ തലയിൽ എന്തോ വീണു. അപ്പോൾ അയാൾ പറഞ്ഞു, അയ്യോ എൻ്റെ തലയിൽ എന്തോ വീണു, ഞാനൊന്ന് തീപ്പെട്ടി ഉരച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞ് തീപ്പെട്ടി ഉരക്കാൻ തുടങ്ങിയതും മറ്റേ ആൾ, പിശുക്ക് പഠിക്കാൻ വന്ന ആൾ പറയുകയാണേ, അയ്യോ അത് കത്തിക്കല്ലേ, ഞാനാണെങ്കിൽ ഈ പിശുക്ക് പഠിക്കാൻ മുണ്ടെടുക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാനത് അഴിച്ച് മടക്കി വെച്ചിരിക്കുകയായിരുന്നു, അതൊന്നും എടുത്തോട്ടെ എന്ന് പറയുമ്പോൾ നമ്മളിത് തമാശയായിട്ടെടുത്ത് ചിരിക്കും. പക്ഷേ സത്യത്തിൽ ഇതിനേക്കാൾ ഭീകരമായ കാര്യങ്ങൾ ചെയ്യുന്ന പിശുക്കന്മാരുണ്ട് കേട്ടോ. ഇനി നാലാമത്തെ കാര്യം, ഒരൊറ്റ ആൾക്ക് ഒരു സഹായവും അവർ ചെയ്യില്ല, പ്രത്യേകിച്ച് സാമ്പത്തിക സഹായം. സാധനങ്ങളും അങ്ങനെ കൊടുക്കില്ല. നമ്മൾ ഉപയോഗിക്കാതെ, ഒരു തരത്തിലും ഉപയോഗിക്കാൻ സാധ്യതയില്ലാത്ത സാധനങ്ങളാണെങ്കിൽ പോലും മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളത് അവരുടെ അജണ്ടയിലില്ലാത്തൊരു കാര്യമാണ്. കാരണം കൊടുത്തു കഴിഞ്ഞാൽ വരുന്ന നഷ്ടത്തെക്കുറിച്ച് അവർ കൃത്യമായിട്ട് ചിന്തിക്കും. ഇനി അയാൾക്ക് കൊടുത്തിട്ട് ഇനി എങ്ങാനും ഇനി ആവശ്യം വന്നാൽ അതിനി വാങ്ങണമെങ്കിലുള്ള ചിലവിനെക്കുറിച്ച് അവർ ആലോചിക്കും. അയാൾക്ക് കൊടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷമില്ലേ, അതൊന്നും അവർക്ക് ചിന്തിക്കാനേ പറ്റില്ല. ഈ കൊടുക്കാനുള്ള മനോഭാവം ഇല്ലാത്തത് കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പണം നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടണം, അത് നിലനിർത്തണം, അത് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിലൊക്കെ നമ്മൾ കൊടുക്കാൻ തയ്യാറാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ പണം ഇറക്കിയാലേ പണം കിട്ടുള്ളൂ എന്ന് പറയില്ലേ. അപ്പോൾ പണം ഏതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളത് കൊടുത്തില്ലെങ്കിൽ അത് വർദ്ധിക്കാനുള്ള സാധ്യത കുറവാണ്. കൊടുത്താൽ കിട്ടും എന്നുള്ളത്
പ്രപഞ്ച നിയമമാണ്. ഈ പണത്തെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്, എബണ്ടൻസ് മൈൻഡ് സെറ്റ് ഉള്ളവർ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. പണം സർക്കുലേറ്റ് ചെയ്താലാണ് അതുകൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടാവുക. അത് കെട്ടിപ്പൂട്ടി അകത്ത് വെച്ച് കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ ശരിക്കും അതിന് കടലാസിൻ്റെ വിലയേ ഉണ്ടാവുള്ളൂ. പണത്തിൻ്റെ മൂല്യം കുറഞ്ഞുകൊണ്ടിരിക്കും. എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റ് ഉള്ളവർ ആ സമയത്ത് കൊടുക്കുമ്പോഴുണ്ടാകുന്ന നഷ്ടത്തെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുകയുള്ളൂ. അപ്പോൾ അവർക്ക് തിരിച്ചു കിട്ടാനും പണം വർദ്ധിക്കാനുമുള്ള ഒരുപാട് അവസരങ്ങൾ നഷ്ടപ്പെടും. അഞ്ചാമത്തെ കാര്യം, നമുക്ക് സമൂഹത്തിലൊരു നിലയും വിലയും ഒക്കെ ഉണ്ടാവുക, അംഗീകാരം കിട്ടുക, ഇതൊക്കെ നമ്മളെ ഒരുപാട് സന്തോഷിപ്പിക്കുന്ന ഒന്നാണ്. ഇതിന് പണം തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. നമ്മൾ നല്ല കാര്യങ്ങൾക്ക് പണം കൊടുക്കുക, സഹായിക്കുക, ഇതെല്ലാം നമുക്ക് അംഗീകാരവും നിലയും വിലയും ഒക്കെ ഉണ്ടാക്കി തരുന്ന കാര്യങ്ങളാണ്. ദാരിദ്ര്യ മനോഭാവമുള്ളവർ ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് മാത്രമല്ല, നാണം കെടാനും അവർക്കൊരു മടിയില്ല. ഇപ്പം നമ്മൾ കുറച്ച് ഫ്രണ്ട്സ് ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ കാപ്പി പിടിക്കാൻ പോകാറുണ്ട്. ആരെങ്കിലും ഒരാൾ പേ ചെയ്യും. ചില ആളുകൾ ശ്രദ്ധിച്ചിട്ടില്ലേ, അവരൊരു കാലത്തും അത് പേ ചെയ്യില്ല. ഈ ഓസിന് കാര്യങ്ങൾ കിട്ടുന്നതേ അത് അനുഭവിക്കാനൊന്നും അവർക്ക് ഒരു നാണക്കേടുമില്ല, മടിയില്ല. സാധാരണഗതിയിൽ മറ്റേ ആളുകൾ നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അഞ്ചാമത്തെ പ്രാവശ്യം നമ്മൾ ചെയ്യും. ഇതിനെപ്പറ്റി മറ്റുള്ളവർ ചർച്ച ചെയ്യും, കളിയാക്കും. പക്ഷേ ആ നാണക്കേടൊക്കെ അവരങ്ങ് സഹിക്കും. കാര്യം എന്താ, മൈൻഡ് സെറ്റ് ഇങ്ങനെ ആയിപ്പോയില്ലേ. ഇങ്ങനൊരു മൈൻഡ് സെറ്റ് വന്നാൽ പിന്നെ ഏതറ്റം വരെയും അവർ പോകും. ഈ മനോഭാവമുള്ളവർക്ക് വരുന്ന ഒരു പ്രശ്നം എന്താണെന്നോ, ഇവരുടെ ചിന്ത മുഴുവൻ നമ്മുടെ കയ്യിലുള്ളത് നഷ്ടപ്പെടരുത്, ഇതൊക്കെ കൂട്ടി വെക്കണം. അവരുടെ കയ്യിലുള്ളതൊന്നും നഷ്ടപ്പെടാൻ പാടില്ല. അപ്പോൾ അവരത് സൂക്ഷിക്കുന്ന തിരക്കിലാണ്. അതുകൊണ്ട് തന്നെ പണം വർദ്ധിപ്പിക്കാൻ അവർ ശ്രമിക്കില്ല. ഇത് നഷ്ടപ്പെടാതിരിക്കാനുള്ള വ്യഗ്രത കൊണ്ട് ഒരു റിസ്ക്കും അവരെടുക്കില്ല. ആറാമത്തെ കാര്യം, ജീവിതത്തിൽ മൂല്യമുള്ള ഒരു കാര്യവും അനുഭവിക്കാൻ അവർക്ക് യോഗം ഉണ്ടാവില്ല. ഈ മൂല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിന് നമ്മൾ പണം ചെലവാക്കും. അവർ ഈ പണത്തെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുകയുള്ളൂ. ഒരു നല്ല പുസ്തകം അവർ വാങ്ങില്ല. അതിൻ്റെ കാരണം എന്താ, പുസ്തകം വാങ്ങുമ്പോൾ ആ പുസ്തകത്തിൻ്റെ പണത്തെക്കുറിച്ചേ അവർ ചിന്തിക്കുകയുള്ളൂ. അപ്പോൾ അവർ നോക്കുമ്പോൾ ഇത്രയും പേജുള്ള ഈ സാധനത്തിന് ഇത്രയും പൈസ കൊടുക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെ മൂല്യമുള്ള പലതിൻ്റെയും പ്രയോജനം അവർക്ക് അനുഭവിക്കാൻ പറ്റാതെ പോകും. അതുപോലെ കുറച്ച് കാലം കഴിഞ്ഞ് നമുക്കുണ്ടാകുന്ന ഒരു പ്രയോജനം, അതിനുവേണ്ടി അവർ പണം മുടക്കുന്ന പ്രശ്നമില്ല. പ്രായമായവർക്ക് ഈ മനോഭാവം വന്നാൽ വലിയ പ്രശ്നമാണ്. അവരുടെ ആരോഗ്യത്തിന് വേണ്ടിയും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയും എന്ത് ചെയ്താൽ പണം ചിലവാക്കില്ല, ഒരു സഹായിയെ നിർത്തൂല. ഏറ്റവും വലിയ പിശുക്ക് കാണുന്നത് അവിടെയാണ്. നമ്മളൊരു സഹായത്തിന് വേണ്ടി ഒരാളുടെ സേവനം ലഭ്യമാക്കുമ്പോൾ അവർ തിരിച്ച് പ്രതീക്ഷിക്കുന്നത് പണമാണ്. അതിൽ നമ്മൾ പിശുക്ക് കാണിച്ചു കഴിഞ്ഞാൽ സേവനത്തിന് അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ടാവും. പലരും ഇത് വേണ്ടെന്ന് വെച്ച് കഷ്ടപ്പെട്ട് പിന്നെ ആരോഗ്യം പ്രശ്നത്തിലാകും. പിന്നെ ഒരാളെ നിർത്താതെ ഗതിയില്ല എന്ന് വരും. അപ്പോഴും ഈ മനോഭാവം ഉള്ളത് കൊണ്ട് ആ സഹായത്തിന് വരുന്ന ആളുകളിൽ നിന്നും വേണ്ടത്ര സർവീസൊന്നും കിട്ടില്ല. പണം നമ്മുടെ അടുത്ത് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അനുഭവ യോഗമില്ലെങ്കിൽ പിന്നെ എന്താ അതുകൊണ്ടുള്ള പ്രയോജനം? ഈ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ മാറ്റിയെടുക്കേണ്ടതല്ലേ. ഈ ബാങ്കിലൊക്കെ അങ്ങനെ കുറേ പേര് പണം ഉപയോഗിക്കാതെ ആർക്കും കൊടുക്കാതെ ആരും അറിയാതെ കൊണ്ടുചെന്നിട്ടിട്ട് അൺക്ലെയിംഡ് മണിയായിട്ട് മാറും. ഇവർ പെട്ടെന്ന് മരിച്ചു പോകുന്നു, പിന്നെ ആർക്കും ആ പണം ഉപയോഗിക്കാൻ പറ്റില്ല. ഇങ്ങനെ കൂട്ടി വെച്ച ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തന്നെ ആദ്യമാകും, ഇത് എവിടെ കൊണ്ടുപോയി സൂക്ഷിക്കും, ചെലവാക്കാനുള്ള മനസ്സില്ലെങ്കിൽ. പിന്നെ ഇവിടെ വരുന്ന വേറൊരു പ്രശ്നം, ചിലരെങ്കിലും എബണ്ടൻസ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാവഗൻസ് ആണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. എക്സ്ട്രാവഗൻസ് എന്ന് പറഞ്ഞാൽ വേസ്റ്റിംഗ് മണി. എബണ്ടൻസ് അതല്ല, സമൃദ്ധിയാണ്. നമ്മുടെ ഒരു കോൺഫിഡൻസ് ആണ്. നമുക്ക് ആവശ്യത്തിന് ഈ പ്രപഞ്ചത്തിലുണ്ട്, അതിന് നമ്മളെല്ലാവരും അവകാശികളാണ്. അതിങ്ങനെ വേറെ ആർക്കും കൊടുക്കാതെ കെട്ടിപ്പൂട്ടി വെക്കേണ്ട ഒരു സാധനമല്ല. ഈ ചിന്താഗതികളാണ് എബണ്ടൻസ് എന്ന അവസ്ഥയുടെ പിന്നിലുള്ളത്. സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റ് നമ്മളിൽ എങ്ങനെയെങ്കിലുമൊക്കെ വന്ന് ചേർന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്ത് കിടക്കാതിരുന്ന വലിയ നഷ്ടമാണ്. അപ്പം നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. പണം ഇങ്ങനെ സ്വരുക്കൂട്ടി വെച്ചിട്ട് അതിൻ്റെ ഗുണഫലം അനുഭവിക്കാതെ ജീവിക്കുക എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു അവസ്ഥയല്ലേ. അപ്പം നമുക്ക് ഈ മനോഭാവത്തോട് പൊരുതാം. എബണ്ടൻസ് മൈൻഡ് സെറ്റ് നമുക്ക് വളർത്തിയെടുക്കാം. അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.